നമസ്കാരം. 2023 എന്ന പുതുവർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഈ പുതുവർഷത്തിൽ അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷം എപ്രകാരമായിരിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് 2024 തേടി വരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല. ഇതൊരിക്കലും സമ്പൂർണമായ പുതുവർഷ ഫലമല്ല. ആ കാര്യവും ഏവരും ഓർക്കുക. 2024 അശ്വതി നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ ഇവയാകുന്നു. പുതുവർഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയാം. അതിനാൽ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ആഗ്രഹ സാഫല്യം സംഭവിക്കാവുന്നതാണ്. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം ശ്രമങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. അതിനാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം. ശ്രദ്ധ അല്പം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും ഇവർ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടാം. അതിനാൽ തന്നെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. വാഹനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ചില വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്കും ഈ വർഷം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഇഷ്ടവാഹനം തന്നെ സ്വന്തമാക്കുവാൻ ഈ വർഷം സാധിക്കും എന്നത് പ്രത്യേകതയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, അതായത് വിവാഹം നടക്കാതെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ഒരു വർഷം കൂടിയാണ് 2024. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഈ സമയം മുതൽ ആലോചന ആരംഭിക്കുന്നത് ശുഭകരമായിരിക്കും എന്ന കാര്യം ഓർക്കുക. ഈ വർഷം ശ്രമിക്കുകയാണ് എങ്കിൽ വിവാഹം നടക്കുക തന്നെ ചെയ്യും. തൊഴിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായ നേട്ടങ്ങൾ, പ്രധാനമായും തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച, അതേപോലെ സ്ഥാനം കയറ്റം ലഭിക്കുക, അതായത് പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ വർഷം അനുകൂലം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങളും ഈ വർഷം സംഭവിക്കാം എന്ന കാര്യവും ഓർത്തിരിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്കും ഈ സമയം അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. അതിനാൽ ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്നതുമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ ഉണ്ട് എങ്കിൽ, സന്താനങ്ങൾക്ക് ഉയർച്ചയില്ല അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങളും വഴിമാറിപ്പോകും എന്ന കാര്യം ഓർത്തിരിക്കുക. കലാമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കലാമേഖലയിൽ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. ഈ വർഷം അനുകൂലമാണ് എങ്കിലും ഈ 2 മാസം അല്പം ഉയർച്ച സാമ്പത്തികപരമായും അതേപോലെ തന്നെ പ്രശസ്തി വർദ്ധിക്കുക, സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ വസ്തുപരമായി നോക്കുകയാണ് എങ്കിൽ വസ്തു വാങ്ങുക, വസ്തു വിൽക്കുക, അതേപോലെയുള്ള കാര്യങ്ങൾക്ക് ചിങ്ങമാസം വളരെ അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം. പുതിയ ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ കൂട്ടുകെട്ടുകളുമായി ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യമാകുന്നു.
ഇപ്രകാരം നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ ഈ ഒരു കാര്യവും പ്രത്യേകമായി തന്നെ ഓർത്തിരിക്കുക. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് ഈ സമയം. ഈ സമയത്ത് വിദേശ യാത്രയ്ക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പഠിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലിയോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിദേശ യാത്രകൾക്ക് തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷം തന്നെയാണ് 2024. അതിനാൽ ഈ വർഷം അല്പം ശ്രമിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന കാര്യം ഓർക്കുക. വളരെ കാലമായി ചില വ്യക്തികളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ ഇത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും അംഗീകാരങ്ങൾ തേടി എത്താവുന്നതാകുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ വളരെയധികം ബഹുമാനം നൽകുന്ന അവസരങ്ങൾ പോലും വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താന സൗഖ്യം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അതിനാൽ നിങ്ങളുടെ പല വിഷമങ്ങളും ഇല്ലാതെയാകും എന്ന കാര്യവും അഥവാ ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കുക. രാഷ്ട്രീയപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഭാഗ്യക്കുറി, നറുക്കെടുപ്പിൽ സമ്മാനം തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതാകുന്നു. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. 2024 ബന്ധപ്പെട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിനും അതേപോലെ തന്നെ ഈ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതോടൊപ്പം മഹാലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിക്കുന്നതും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക. തീർച്ചയായും ഈ പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.